السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു യുദ്ധ നാമമാണ് ഖന്ദഖ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം. ശത്രുക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോരാടാനുള്ള പേരിൽ ശത്രുക്കളൊക്കെ ഒരേ മനസ്സുള്ളവരാണ്, അവരൊക്കെ വ്യത്യസ്ത ആശയക്കാരാണ്. പക്ഷേ നബിതങ്ങൾ അവരുടെ പൊതുശത്രുവാണ്. അതുകൊണ്ട് നബിതങ്ങളോട് നേരിടാൻ വേണ്ടി ഔസ് ഗോത്രവുമായി മദീനയിൽ സഖ്യത്തിലുണ്ടായിരുന്ന ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം പോലും കരാറ് ലംഘിക്കുകയാണ്. ബനൂ നളീറുകാർ മാത്രല്ല, നബിയുമായി സഖ്യത്തിലുണ്ടായിരുന്ന ബനൂ ഖുറൈള ഗോത്രം മദീനയിലുണ്ടായിരുന്നു. അവരും ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിനോടും മുസ്ലിമീങ്ങളോടും ചതിയാ ചെയ്തത്. അവരും ചേർന്നു ഈ സഖ്യകക്ഷിയിൽ. ഇനി ആരുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ കക്ഷി ചേരാൻ. എല്ലാവരും കക്ഷി ചേർന്നിരിക്കുന്നു. അതെന്നും അങ്ങനെയാണ്. സത്യത്തിനെതിരെ വ്യത്യസ്ത കക്ഷികൾ ഒരു മുന്നണിയാകും. കാരണം എല്ലാവർക്കും അറിയാം ഇതാണ് സത്യമെന്ന്, ഇത് വളർന്നാൽ ദോഷമാണെന്ന്. അത് ജൂതനും മനസ്സിലാക്കി, മുനാഫിക്കും മനസ്സിലാക്കി, മുശ്രിക്കും മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ പട നയിക്കാൻ എല്ലാവരും, അവരൊക്കെ വ്യത്യസ്ത കക്ഷികളാണെങ്കിലും അതേ ഒറ്റക്കെട്ടായിക്കൊണ്ട് സത്യത്തെ നേരിടാൻ വേണ്ടി ഒന്നിച്ചൊരു മുന്നണിയായി കൊണ്ടുവരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസികളുടെ മനസ്സിൽ തെല്ലൊന്നുമല്ല അമ്പരപ്പുണ്ടാക്കിയത്. സൂറത്തുൽ അഹ്സാബ് നിങ്ങളൊക്കെ സൗകര്യം കിട്ടുമ്പോൾ പഠിക്കണം. ശുദ്ധ ഖുർആനിന്റെ പരിഭാഷകളിലൂടെ ഈ യുദ്ധത്തിന്റെ നാമത്തിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ അഹ്സാബ്. ആ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു ഈ അഹ്സാബ് യുദ്ധത്തെ സംബന്ധിച്ച്, അതിലുണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ പലതും പറയുന്നുണ്ട്. ഖുർആൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. യുദ്ധത്തിന്റെ അവസരത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ അവസ്ഥ നോക്കൂ. ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹിൽ ളുനൂന ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലൂ സിൽസാലൻ ശദീദാ. ഖുർആൻ പറയാണ്, ശത്രുക്കൾ എല്ലാ ഭാഗത്തു നിന്നും എരച്ച് കയറുന്ന ഒരവസ്ഥയോളം എത്തി. ശത്രുക്കളരാ നിങ്ങളുടെ മുകളിലൂടെ വരുന്നു, നിങ്ങളുടെ അടിഭാഗത്തുകൂടെയും വരുന്നു. അഥവാ മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള കുന്നിൻ പ്രദേശങ്ങളിലൂടെയും പടിഞ്ഞാറ് ഭാഗത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടിയും ശത്രുക്കൾ അതേ മദീനയെ ഉപരോധം ചെയ്യുകയാണ്. മദീന വളയണവര് എല്ലാ ഭാഗത്തു നിന്നും വലയം ചെയ്തു എന്ന് ഖുർആൻ പറയണം. ആ അവസരത്തിൽ വിശ്വാസികളുടെ അവസ്ഥ എന്താണ്?
കാലാവസ്ഥ വളരെ മോശം, ശത്രുവാണെങ്കിൽ വളയം ചെയ്തിരിക്കുന്നു, വിശപ്പ് സഹിക്കാനാകുന്നില്ല, തണുപ്പാണെങ്കിൽ കഠിനമാണ്. ആ തണുപ്പിനെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന നിലക്ക് ചെറിയ നല്ല തണുപ്പുള്ള കാറ്റും വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഖുർആൻ പറയുന്നു, വഇദ് സാഗത്തിൽ അബ്സാർ, കണ്ണുകളൊക്കെ അന്ധാളിച്ചു പോയി, വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, ഹൃദയങ്ങളൊക്കെ ഇങ്ങ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന ഒരു പരുവത്തിലായി, പേടി പിടികൂടി. വതളുന്നൂന ബില്ലാഹിൽ ളുനൂന, അതേ അല്ലാഹുവിനെ സംബന്ധിച്ച് പല ഊഹങ്ങളും, അതേ ചിന്തിക്കാൻ പറ്റാത്ത പലതും ചിന്തിക്കുന്ന അവസ്ഥയോളമായി. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, അവിടെ അതാ വിശ്വാസികൾ കഠിനമായ പരീക്ഷണത്തിൽ വിധേയരാകുന്നു. വസുൽസിലു സിൽസാലൻ ശദീദാ, അതികഠിനമായ വിറപ്പിക്കപ്പെട്ടു. ഖുർആൻ അത് വളരെ എങ്ങനെയാ അത് വിശദീകരിക്കുക? അത്രയും അന്ന് വിശ്വാസികൾ വല്ലാത്തൊരവസ്ഥയിലായി തീർന്നു എന്നാണ്. എപ്പോഴും അള്ളാഹിന്റെ സഹായം പ്രയാസങ്ങൾ കഴിയുമ്പോഴാണ് കിട്ടുക. പടച്ചോൻ വിചാരിച്ച പെട്ടെന്ന് ആദ്യം തന്നെയാണ് സഹായം കൊടുത്തൂടെ? എന്തിനെങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? അത് അള്ളാഹു താലായുടെ ഒരു തീരുമാനമാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആരൊക്കെ സഹിക്കും? ഇത്തരം ഘട്ടങ്ങളിലാണ് ഈമാനുള്ളവരും അല്ലാത്തവരും കൊണ്ട് വേർപിരിയുക. നല്ല ഈമാനുള്ള ഉറച്ചു നിൽക്കും, മനസ്സ് പതറുന്നു, പിരിഞ്ഞു പോകും. കുഴപ്പക്കാരൻ കുഴപ്പമുണ്ടാക്കും, പ്രയാസമുള്ളവൻ വേറെ പോകും, ഈമാനുള്ളവൻ അടിയുറച്ചു നിൽക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് എപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാ. അള്ളാഹ്ക്ക് ഇങ്ങനെ പരീക്ഷണവും പ്രയാസമൊന്നും ഇല്ലാതെ തന്നെ വിജയം അങ്ങ് കൊടുത്തൂടെ? കൊടുക്കാം. പക്ഷേ പടച്ച റബ്ബ് അതൊരു പരീക്ഷണാക്കണം, അതൊരു പരീക്ഷണാക്കണം. ആരൊക്കെ ഇത്തരം വേദികളിൽ, ആരൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കുന്നു, ആർക്കൊക്കെ അതിനുള്ള കരുത്തുണ്ട്, ആരൊക്കെ സഹിക്കാൻ തയ്യാറുണ്ട്, ആരൊക്കെ രംഗം വിട്ട് ഒളിച്ചോടി പോകുന്നുണ്ട് എന്നൊക്കെ ഒരു പരീക്ഷണം തന്നെയാണ്. ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ അല്ലാഹു പറയുന്നത്. അപ്പുറം എന്താ പറയേണ്ടത്? അതിലപ്പുറം കഠിനമായ വിറപ്പിക്കപ്പെട്ടു എന്നാ അല്ലാഹു പറയുന്നത്. അത്ര ഭീതിയിലായി തീർന്നില്ല. ഇതിന്റെയൊക്കെ പുറമെ ഉള്ള കക്ഷിയിലുള്ള ആൾക്കാരൊക്കെ ഒരേ മനസ്സാണെങ്കിൽ വല്ലാത്തൊരു സുഖാകുമായിരുന്നു. പക്ഷെ അവിടെ അപശബ്ദങ്ങള്, അവിടെയും മോശമായ കാര്യങ്ങൾ പറയാണ്. ഇതിനെല്ലാം പുറമെ ഈ നിലക്കൊക്കെയുള്ള പ്രയാസങ്ങളിലെല്ലാം നിൽക്കുമ്പോൾ കപട വിശ്വാസികളും കൂട്ടത്തിലുണ്ട്, ദുർബല ഹൃദയന്മാരായ ആളുകളുമുണ്ട്. അവരിങ്ങനെ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമുക്ക് പോവാം, നമ്മൾ ഇവിടെ നിൽക്കണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ധൈര്യം കൊടുക്കേണ്ട ആളുകൾ ധൈര്യവും കൊടുക്കണില്ല. അവർക്കൊക്കെ പേടി. പലരും മുനാഫിക്കുകൾ അവസരം മുതലെടുക്കുന്നു. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് നോക്കൂ. ഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. മുനാഫിക്കുകൾ പറഞ്ഞ സന്ദർഭം, മുനാഫിക്കുകൾ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലതാ വിശ്വാസികളുടെ മനസ്സിലൊരു ചാഞ്ചല്യം ഉണ്ടാക്കാൻ വേണ്ടി മുനാഫിക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ ചില രോഗങ്ങളുള്ള കക്ഷികളും പറയാൻ തുടങ്ങി. മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ, അള്ളയും അവന്റെ റസൂലുമൊക്കെ നമ്മളോട് പറഞ്ഞ കരാറുകളൊക്കെ വഞ്ചന മാത്രമാണ്. അവരിങ്ങനെ പറയാൻ തുടങ്ങി. മുഹമ്മദ് എന്തൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ് നമ്മളങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് കിസ്റയും കൈസറും ഒക്കെ കീഴ്പ്പെടും, റോമാ സാമ്രാജ്യം നിങ്ങളുടെ കാൽ കീഴിലാകും, നിങ്ങൾക്ക് എവിടെയും സ്വാതന്ത്ര്യമുണ്ടാകും, അല്ലാഹു തആല നിങ്ങൾക്ക് വിജയം തരും, ഈമാൻ ഉണ്ടെങ്കിൽ പടച്ചോ നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വെല്ലുന്ന ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ. മുഹമ്മദാ പറഞ്ഞതൊക്കെയും അള്ളയും അവന്റെ റസൂലുമൊക്കെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നമ്മെ ചതിച്ചതാണ് കൂട്ടരെ, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് മുനാഫിക്കീങ്ങൾ ഇങ്ങനെ കുശുകുശിക്കാൻ തുടങ്ങി. 3000-ഓളം വരുന്ന മുസ്ലിമീങ്ങളാണ്, അവരിൽ മുനാഫിക്കുകളും ഉണ്ട്. അപ്പുറത്ത് 10,000 വന്ന് നിൽക്കുന്നത്. 10,000, 3-1, ഇവിടെ 3000. ആ അവസരത്തിൽ അണികൾക്കിടയിൽ ഇവരിങ്ങനെ കുശുകുശിപ്പ്. അള്ളയും റസൂലും പറഞ്ഞു അത്ര കാര്യമൊന്നുമില്ല, നമ്മൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പം കണ്ടില്ലേ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്, ഭയങ്കര കാറ്റ്, എന്താ തണുപ്പ്, ഒരു വിശപ്പിന് എല്ലതും ഇവിടെ കിട്ടാനുണ്ടോ, ഒന്നുമില്ല, നമ്മളെ ചതിക്കുകയായിരുന്നു മുഹമ്മദ്, നമ്മളെ ചതിച്ചു കൊണ്ടുവന്നതാണ്. അത് പറയുന്ന നേരത്ത് വിശ്വാസികളുടെ പ്രതികരണം എന്താണ്? ഖുർആനദാ പറയുന്നു, വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ.
സുബ്ഹാനല്ലാഹ്, എന്താ അവരുടെ ഒരു ഈമാൻ നോക്കൂ. സത്യവിശ്വാസികൾ സഖ്യസേനയെ കണ്ട നേരത്ത് അവർക്കൊരു പതറലുമില്ല. അവരെന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായിട്ടാ വന്നു നിൽക്കുന്നത്. ഈ രൂപത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും മുഅ്മിനുകളതാ പറയാൻ തുടങ്ങി, ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, ഇത് അള്ളയും അവന്റെ റസൂലും നമ്മോട് കരാർ ചെയ്തതുപോലെ സംഭവിക്കുന്നു. ഇത് പടച്ചോൻ നമ്മളോട് പറഞ്ഞ വഅദയാണ്. വസദഖല്ലാഹു വറസൂലുഹു, അല്ല പറഞ്ഞത് സത്യമാണ്, അവന്റെ റസൂല് പറഞ്ഞതും സത്യമാണ്. മുനാഫിക്ക് പറഞ്ഞതോ? മുനാഫിക്ക് പറഞ്ഞത് നേരത്തെ കേട്ടില്ലേ, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ, അള്ളയും റസൂലുമൊക്കെ പറഞ്ഞ കരാറുകളൊക്കെ തികഞ്ഞ വഞ്ചനയാകുന്നു. ഇപ്പൊ മുഅ്മിനീങ്ങളുടെ പ്രതികരണം, സദഖല്ലാഹു വറസൂലുഹു, അള്ളയും അവന്റെ റസൂലും കരാറ് ചെയ്ത പറഞ്ഞതൊക്കെ സത്യമാണ്. ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും മുഅ്മിനീങ്ങൾക്ക് പതർച്ചയില്ല, പരിഭ്രമമില്ല, അവരൊളിച്ചോടുന്നില്ല. വിഷമമുണ്ട് മനസ്സിലെങ്കിലും എല്ലാം സഹിച്ചുകൊണ്ട് ഈമാനിന് തകരാറേതുമില്ലെന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധികളും ശത്രുക്കളുടെ കുപ്രചരണങ്ങളുമൊക്കെ കേട്ടപ്പോഴും മുഅ്മിനീങ്ങളുടെ അവസ്ഥ ഖുർആൻ പറയുന്നത്, വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, അവർക്ക് ഈമാനല്ലാതെ അതുകൊണ്ട് കൂടിയില്ല. അവരുടെ ഈമാൻ ഇങ്ങനെ കൂടി. മുനാഫിക്കിന്റെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ മുഅ്മിനിന്റെ ഈമാൻ ഇങ്ങനെ കൂടുകയാണ്. പരീക്ഷണ ഘട്ടത്തിൽ ഹസ്ബി അല്ലാ, അല്ല മതി, അല്ലണ്ട് അവന്റെ ഈമാൻ ഇങ്ങനെ കൂടുകയാണ്. അതേവ തസ്ലീമാ, വിനയവും കീഴ്പ്പെടലും നിയമത്തോട് റസൂലുള്ള എന്തു പറഞ്ഞോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള വിനയപ്പാടും അവന്റെ മനസ്സിൽ ഇങ്ങനെ കൂടുകയാണ്. ആ അവസരത്തിൽ പിന്നെയും അതാ മുനാഫിക്കീങ്ങൾ ഇങ്ങനെ ആളുകളോട് അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് കുശുകുശുക്കുന്നുണ്ട്. എന്താ പറയുന്നത്? വഇദ് ഖാലത് ത്വായിഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ വയസ്തഅ്ദിനു ഫരീഖും മിൻഹും അൻ-നബിയ്യ യഖൂലൂന ഇന്ന ബുയൂതനാ ഔറത്തും വമാ ഹിയ ബിഔറ ഇൻ യുരീദൂന ഇല്ലാ ഫിറാറാ. ഇതൊക്കെ സൂറത്തുൽ അഹ്സാബിലുള്ളതാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ പഠിക്കണം, പരിശോധിക്കണം, മനസ്സിലാക്കണം, പാഠം ഉൾക്കൊള്ളണം. മുനാഫിക്കുകളതാ അവിടെ കൂടിയവരുടെ ഇടയിൽ വെച്ച് പിന്നെയും ഭിന്നിപ്പിന്റെ വാക്കുകൾ പറയുന്നു. അവരിൽ നിന്നുള്ള ഒരു കക്ഷിയതാ ഒരു വിഭാഗം പറയുന്നു, യാ അഹ്ല യസ്രിബ, ഓ മദീനക്കാരെ. യസ്രിബ് എന്നത് മദീനക്കുള്ളൊരു പഴയ പേരാണ്. ആ യസ്രിബ് നിവാസികളെ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യദ ആളുകളോട് പറയാണ്, ലാ മുഖാമ ലക്കും, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്കിനി നിൽക്കക്കള്ളിയില്ല. ഇവിടെ നിന്നാൽ നിങ്ങളുടെ കുടുംബമാകെ കുട്ടിച്ചോറാകും, അവിടെയാകെ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട, ഫർജിഉ, മടങ്ങിക്കോ, മദീനയിലേക്ക് മടങ്ങിക്കോ, യുദ്ധരംഗത്ത് നിന്ന് പൊയ്ക്കോ എന്ന് പറയാൻ ഒരു കൂട്ടര്. അതിനിടയിൽ വേറൊരു കൂട്ടരോ, വയസ്തഅ്ദിനു ഫരീഖും മിൻഹുമുൻ നബിയ്യ, ചില ആളുകൾ പതുക്കെ വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇങ്ങനെ കാതിൽ സമ്മതം ചോദിക്കുന്നു. എന്താ വന്ന് സമ്മതം ചോദിക്കുന്നത്? പേടിച്ചിട്ടേ എന്നാ പോകുകയാണെന്നാണ് പറയണില്ല, അങ്ങനെയല്ലോ, വേറെ കാരണം ഉണ്ടാക്കുകയാണ്. വന്നിട്ട് അവർ റസൂലുള്ളാഹിനോട് അനുവാദം ചോദിക്കുന്നു. യഖൂലൂന, അവര് പറയുന്നു, ഇന്ന ബുയൂതനാ ഔറത്തുൻ, വീട്ടിലാളില്ല നബിയേ, വീട്ടിലാളില്ല, ഭാര്യ കുട്ടികളൊക്കെ ഒറ്റക്കാണ്, ഞാൻ ചെന്നാലേ അവർക്കൊരാളുണ്ടാവുള്ളൂ, അതുകൊണ്ട് എന്നൊന്ന് പറഞ്ഞയക്കണം, ഞാനോട് പോട്ടെ, ഞാനോട് പോയിക്കോട്ടെ, ഞാനൊന്നോട് പോയിക്കോട്ടെ എന്നിങ്ങനെ നബി തങ്ങളോട് വന്ന് അനുവാദം ചോദിക്കുന്നു. ചോദിക്കുന്നവന്റെ മനസ്സിരിപ്പ് അറിയുന്ന അള്ള പറയുന്നത് നോക്കൂ, ഇന്ന ബുയൂതനാ ഔറത്തുൻ എന്ന വാക്ക് പറഞ്ഞവരെ കുറിച്ച്, വമാ ഹിയ ബിഔറത്തിൻ, വാസ്തവത്തിൽ വീട്ടിലാളില്ല ഒന്നുമില്ല, അത് വെറുതെ ഒരു കാരണം പറഞ്ഞ് യുദ്ധരംഗത്തുനിന്ന് പോകാനുള്ള പരിപാടിയാണ്. അതൊന്നുമല്ല. പിന്നെ എന്താ അവരുടെ പ്രശ്നം? ഇൻ യുരീദൂന ഇല്ലാ ഫിറാറാ, സമരരംഗത്ത് നിന്ന് ഒളിച്ചോടലല്ലാതെ അവരുദ്ദേശിക്കുന്നില്ല. അത് മാത്രമാണ് അവരുടെ തന്ത്രം. അങ്ങനെയുള്ള മുനാഫിക്കീങ്ങൾ, അത് പറഞ്ഞ മുനാഫിക്കീങ്ങളെ കുറിച്ച് അള്ളാഹ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, ഇനി ഇവര് മദീനത്തേക്ക് എത്തിയെന്ന് വിചാരിച്ചോ, എന്നിട്ട് ഇവർ അവരുടെ വീട്ടിലെത്തിയെന്ന് വിചാരിച്ചോ, ആ സമയത്ത് ശത്രു അവിടേക്ക് കടന്നു കയറിയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേട്ടാ നിങ്ങൾക്ക് ഇത്ര തരാന്ന് പറഞ്ഞാൽ അപ്പൊ അവരങ്ങോട്ട് ചായും. ഇത്രയുള്ളൂ ഇവരുടെ ഈമാൻ. വലൗ ദുഖിലത് അലൈഹിം മിൻ അഖ്താരിഹാ സുമ്മ സുഇലുൽ ഫിത്നത ലആതൗഹാ
വമാ തലബ്ബസൂ ബിഹാ ഇല്ലാ യസീറാ. മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ശത്രുക്കളങ്ങ് പ്രവേശിച്ചു എന്ന് സങ്കൽപ്പിക്കുക, ഇവരവിടെ മദീനയിൽ ഉണ്ട് എന്നും സങ്കൽപ്പിക്കുക. എന്നിട്ട് ശത്രു ഇവരോട് ഞങ്ങൾ പറയുന്നത് പോലെ ഒന്ന് അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു വേള മതപരിവർത്തനത്തിന് വരെ തയ്യാറാകുവാനും അതല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുവാനും ഒക്കെ ഇവർ തയ്യാറാകും. വമാ തലബ്ബസൂ ബിഹാ ഇല്ലാ യസീറാ. ഒട്ടും താമസിയാതെ അവരതിന് മുതിരുന്ന അള്ള പറയുന്നത്. ശത്രു വിഭാഗക്കാരെ തങ്ങളുടെ വീടുകൾക്കിടയിൽ കൂടി അല്ലെങ്കിൽ മദീനയുടെ ഏതെങ്കിലും വശങ്ങളിലൂടെ നാട്ടിൽ പ്രവേശിക്കുകയും എന്നിട്ട് അവരോട് നിങ്ങളൊക്കെ കൂറുമാറിക്കോളിൻ അല്ലെങ്കിൽ മതം മാറിക്കോളിൻ, എന്നിട്ട് നമുക്ക് മുഹമ്മദിനെതിരെ ഒരു കുഴപ്പമുണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഒട്ടും താമസിയാതെ ഈ മുനാഫിക്കീങ്ങൾ അതിന് നിന്നുകൊടുക്കും. ഇതാ ഇവരുടെ മനസ്സ്. ഇങ്ങനത്തെ കൗമുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ. അവസരം കിട്ടിയാൽ ജയിച്ച ഞങ്ങളെ വിജയാണെന്ന് പറയാ, തോറ്റ റസൂലുള്ളാഹിനെ നാവെടുത്ത് വിമർശിക്കുകയും ചെയ്യാം. അതാണ് അവരുടെ പരിപാടി. അതേ അവസരത്തിൽ ഇവരാരാ? വഹദിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്ന് പിന്നീട് മദീനയിൽ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സത്യം ചെയ്ത് പറഞ്ഞവരാണ്, ഞങ്ങളടുത്തൊരബദ്ധം പറ്റിയതാണ്, വഹദിൽ നിന്ന് ഞങ്ങൾ വഴിക്ക് വെച്ച് പിന്തിരിഞ്ഞു പോകുന്നത് പോലെ ഇനി ഒരവസരം ഞങ്ങൾക്ക് കൈവന്നാൽ ഞങ്ങൾ ഒരിക്കലും സമരരംഗത്തു നിന്ന് ഓടിപ്പോരില്ല എന്ന് പറഞ്ഞവരും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. വലഖദ് കാനൂ അഹദുല്ലാഹി മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ വകാന അഹദുല്ലാഹി മസ്ഊലാ. അല്ലാഹു പറയാണ്, ഇതൊക്കെ ഖുർആനിക ചരിത്രമാണ് സുഹൃത്തുക്കളെ, ഖുർആനിക വചനങ്ങളാണ്. വലഖദ് കാനൂ, ഈ മുനാഫിക്കീങ്ങളിൽ പലരുമായിരുന്നു, അഹദുല്ലാഹി മിൻ ഖബ്ലു, ഇതിനു മുമ്പ് അല്ലാഹുവോട് കരാറെടുത്തവരാണ്. എന്താ കരാറ്? ലാ യുവല്ലൂനൽ അദ്ബാർ, ഇനി ഒരു സമരരംഗത്തൊന്നും ഞങ്ങൾ പിന്തിരിഞ്ഞു പോകൂല എന്ന് സത്യമിട്ട് പടച്ചവന്റെ പേരിൽ ആണയിട്ട് കരാറെടുത്തവരാണ്. അവർക്കുണ്ടോ വല്ല വിചാരവും? വകാന അഹദുല്ലാഹി മസ്ഊലാ, അള്ളാഹുവിനോടെടുത്ത കരാറിനെ കുറിച്ച് അവൻ ചോദിക്കും. ഓർമ്മണ്ടോ? അള്ളാഹിന്റെ പേരിൽ സത്യമിട്ട് പറഞ്ഞതല്ലേ ഇനി ഞങ്ങളൊരു സമരത്തൊന്നും പോരില്ല, എന്നിട്ട് അപ്പൊ പിന്തിരിഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്തിരിഞ്ഞു പലരും പോവാണ്, പലരും പിന്തിരിയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സമരരംഗത്തിനൊന്നും ഞൊണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ മുന്നണിയിലേക്ക് വരാതെ അവരിങ്ങനെ പതുങ്ങി പതുങ്ങി പോണ നേരത്ത് അല്ലാഹു തആല നബിതങ്ങളോട് പറയാൻ കൽപ്പിക്കുന്നു, ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി വഇദൽ ലാ തുമത്തഊന ഇല്ലാ ഖലീലാ. ഖുൽ നബിയേ പറയൂ അവരോട്, ലൻ യൻഫഅകും, നിങ്ങൾക്ക് ഉപകരിക്കൂല കേട്ടോ, അൽ ഫിറാറു, ഓടിപ്പോക്ക് കൊണ്ടൊന്നും പ്രയോജനമില്ല. നിങ്ങളങ്ങനെ എവിടുക്കാ ഓടുന്നു? നിങ്ങളങ്ങനെ ഓടിപ്പോയിട്ട് എന്താ കാര്യം? ഇൻ ഫറർതും മിനൽ മൗതി അവിൽ ഖത്ലി, മരണത്തിൽ നിന്നും ആളുകൾ നിങ്ങളെ കൊല്ലുമോന്ന് പേടിച്ചിട്ട് മരണത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നുമൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ എത്ര കാലമാ സുഖിച്ച് ജീവിക്കാൻ വിചാരിക്കുന്നത്? ഇതല്ലാത്തുമത്തഴൂനയില്ല കലീല, ഇവിടെ നിന്ന് തൽക്കാലം നിങ്ങൾ രക്ഷപ്പെട്ടാലും വളരെ കുറഞ്ഞ കാലമല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ സുഖിക്കാൻ അവസരം തരുമോ? നിങ്ങളാണോ ജീവിതം തീരുമാനിക്കുന്നത്? നിങ്ങളാണോ സുഖം തീരുമാനിക്കുന്നത്? നിങ്ങളാണോ ദുഃഖം തീരുമാനിക്കുന്നത്? ഖുൽ നബിയേ പറയൂ, മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹി ഇൻ അറാദ ബികും സൂഅൻ ഔ അറാദ ബികും റഹ്മ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. തങ്ങളോട് കൽപ്പിക്കുകയാണ് അല്ലാഹു തആല, പറയൂ പ്രവാചകരെ അവരോട്, മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരാൻ ആരുണ്ടടോ? നിങ്ങളെങ്ങോട്ടാ ഓടുന്നത്? നിങ്ങൾ ഈ സമരരംഗത്തിനൊന്ന് എവിടേക്കായി ഓടിപ്പോകുന്നത്? ആരുണ്ട് നിങ്ങൾക്ക് കാവൽ തരാൻ? ഇന്നറാദബിക്കും സൂഅൻ, അല്ല നിങ്ങൾക്കൊരു തിന്മ വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് നിങ്ങൾക്ക് ബാധിക്കാതെ എങ്ങോട്ടോടിപ്പോകാനാ? അത് നിങ്ങൾക്ക് തടയാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കാവൽക്കാര് പടച്ച റബ്ബല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അല്ല ഒരു കരുണ ഉദ്ദേശിച്ചാൽ നിങ്ങൾ തടയുന്നവരോ, അല്ല നിങ്ങൾക്കൊരു ചീത്തയായ കാര്യം, നിങ്ങൾക്കൊരു തിന്മ ഉദ്ദേശിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നവരോ ആരാ ഉള്ളത്? പിന്നെ എവിടുക്കാ നിങ്ങളെ ഓടുന്നത്? ഇതൊക്കെ നമ്മളും ചിന്തിക്കണം.
നമ്മളും ചിന്തിക്കണം. നമ്മളിങ്ങനെ കണക്കൂട്ടും, ഞാൻ അത് ചെയ്താൽ എനിക്ക് എത്ര നഷ്ടം വരും, ഇത് ചെയ്താൽ അങ്ങനെ ലാഭം കിട്ടും. അങ്ങനെ ദീനിനെ മറന്നുകൊണ്ട് ലാഭനഷ്ടങ്ങളുടെ കണക്ക് കൂട്ടലുകൾ നോക്കിയിട്ട് ദീനിനെ വിറ്റ് ദുനിയാവിനെ വിലക്ക് വാങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കണം, എവിടേക്കായി പോക്ക്, എന്തായി പോക്ക്? അള്ളയല്ലേ സുഖദുഃഖമൊക്കെ തീരുമാനിക്കുന്നത്? നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ റിസ്ക്? പടച്ചറബിൻ്റെ തീരുമാനത്തിലപ്പുറം ഒരു പൊടി പോകാൻ നിന്നെക്കൊണ്ട് സാധിക്കുമോ? അള്ളയല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹ് പറയുന്നു, വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി, അവർക്ക് അള്ളാഹുവിനെ കൂടാതെ അവർ കണ്ടെത്തുന്നതല്ല വലിയം വലാ നസീറാ, ഒരു സംരക്ഷകനെയും ഒരു സഹായിയെയും അവർക്ക് കണ്ടെത്തുവാൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറിച്ച് പിന്നെയും പറയാണ്, ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും വൽഖായിലീന ലിഇഖ്വാനിഹിം ഹലുമ്മ ഇലൈനാ വലാ യഅ്തൂനൽ ബഅസ ഇല്ലാ ഖലീലാ അശിഹ്ഹതൻ അലൈക്കും ഫഇദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത് فإذا ذهب الخوف سلقوكم بألسنة حداد نشحة على الخير أولئك لم يؤمنوا فأحبط الله أعمالهم وكان ذلك على الله يسيرا. അള്ളാഹു അതാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയാണ് പിന്തിരിപ്പന്മാരെന്ന് പടച്ചവന് നന്നായി അറിയാം. ഇത്തരം ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ സമരരംഗത്ത് ഉറച്ചു നിൽക്കാതെ പല ന്യായങ്ങളും പറഞ്ഞു പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർ പിന്തിരിപ്പന്മാര് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെന്ന് അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നോടോ, ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരെയും അള്ളാഹുവിന് അറിയാം. ഈ കക്ഷികളുടെയൊക്കെ സ്വഭാവം എന്താണ്? യുദ്ധത്തിനെ കുറിച്ചുള്ള പേടി വന്നാൽ റഅയ്തഹും യൻദുറൂന ഇലൈക, നബിയെ അവർ നിന്നിലേക്ക് നോക്കുന്നത് നിനക്ക് കാണാം. എങ്ങനത്തെ നോട്ടാ നോക്കുക എന്നൊരു യുദ്ധരംഗത്ത് വന്ന ഈമാനില്ലാത്ത മുനാഫിക്ക്, തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗതി, അതേ മരണത്തോടടുത്ത നേരത്തതാ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ പോലെ പേടിച്ചിട്ടവര് നോക്കും. അങ്ങനെ ഭയമൊക്കെ നീങ്ങിയാലോ, പേടിയൊക്കെ മാറിയിട്ട് വിജയം കിട്ടിയാലോ, സലഖൂകും ബിഅൽസിനത്തിൻ ഹിദാദിൻ അശിഹ്ഹതൻ അലൽ ഖൈർ, മൂർച്ചയുള്ള അവരുടെ നാവുകൾ കൊണ്ട് അവർ നിന്നെ കുത്തിപ്പറയും. കണ്ടോ, എന്തെങ്കിലും ഒരു വിജയം കിട്ടിയാൽ അത് അവരെ അവകാശപ്പെട്ട് ഞങ്ങൾ വന്നിട്ട് അതിൻ്റെ പൗറൊന്നുമില്ല, ഞങ്ങൾ ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ് കുത്തിപ്പറയും. ഒക്കെ വളരെ വിശദീകരണം അർഹിക്കുന്ന കാര്യങ്ങളാണ് സുഹൃത്തുക്കൾ. നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്നും ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന് പ്രയാസമുണ്ടാക്കിയ തുരപ്പന്മാരായ മുനാഫിക്കുകളെ പറ്റി ഖുർആൻ ഒരുപാട് സ്ഥലത്താ പറഞ്ഞത്. അങ്ങനെ അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഉലൈക ലം യുഅ്മിനൂ, ഈമാനില്ലാത്ത കക്ഷികളാണിവർ. പടച്ച റബ്ബിൽ ശരിക്കവർ വിശ്വസിച്ചിട്ടില്ല. അവർ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒപ്പം ചേർന്നവരാണ്, ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒപ്പം ചേർന്നവരാണ്. യുദ്ധത്തിൽ വിജയമുണ്ടായാൽ ഗനീമത്ത് വീതിക്കുമ്പോൾ ഞങ്ങൾക്കും കിട്ടുമല്ലോ. ഇനി പരാജയമാണെങ്കിൽ പരാജയമുണ്ടെന്ന് കണ്ടാ പേടിച്ച് പിൻവലിയുകയും ചെയ്യാം. ആ ഇരട്ടത്താപ്പിന്റെ നയത്തോടെ പിന്നാലെ കൂടിയ ഇവർക്ക് ഈമാനില്ല നബിയേ. ഉലൈക ലം യുഅ്മിനൂ, അവർ ഈ പ്രതികരണങ്ങളും ഈ വർത്തമാനങ്ങളും ഒക്കെ പറയാൻ കാരണം അവരുടെ ഖൽബിലേക്ക് ഈമാൻ കടന്നിട്ടില്ല. ഫഅഹ്ബതല്ലാഹു അഅ്മാലഹും, അതിനാൽ അവരുടെ അമലുകളെ അല്ലാഹ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഈമാനില്ലാതെ മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രകടിപ്പിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി ഒപ്പം കൂടിയവന്റെ അമല് അല്ലാഹു തആല ഖബൂലാക്കൂല. കാരണം അവന് ഇഖ്ലാസില്ല, അവന് ഈമാനില്ല. അതുകൊണ്ട് അല്ലാഹ് അവന്റെ അമലുകളെ ബാത്തിലാക്കിയിരിക്കുന്നു, വ്യർത്ഥമാക്കിയിരിക്കുന്നു. കാന ദാലിക അലല്ലാഹി യസീറാ, പടച്ച റബ്ബിന് ഇതൊക്കെ വളരെ എളുപ്പമാണ്. അതേ, റബ്ബിനറിയാ ഓരോരുത്തന്റെയും ഖൽബിന്റെ അകത്ത് എന്താണെന്ന്. ഓരോരുത്തനും എന്തിനു വേണ്ടി ചേരുന്നു, എന്തിനു പ്രവർത്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, അവന്റെ മനസ്സിന്റെ വികാരങ്ങൾ അറിയാവുന്ന റബ്ബ്, അവനതൊക്കെ വളരെ എളുപ്പമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ വളരെ വിശദമായി ഈ രംഗം പറയുന്നത് അന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കയ്യും കണക്ക് അല്ലാഹു നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന
ഇസ്ലാമികമായ ആ ഒരു വീര്യത്തിലും സരണിയിലും മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള നമ്മുടെ മഹബത്ത്, അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹം, അത് നമ്മൾ അവിടുന്ന് കാണിച്ചിരുന്ന പാത നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അവിടുത്തേക്ക് വേണ്ടി അള്ളാഹുവിനോട് രക്ഷയും സമാധാനത്തിനും വേണ്ടി തേടിക്കൊണ്ട്, എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതെ, പടച്ച റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു നമുക്ക് 10 ഗുണമാണ് അതിലൂടെ ഓഫർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടുത്തോട് മഹബത്ത് മറ്റുള്ളവരുടെ പേര് കേൾക്കും പോലെയല്ല, അവിടുത്തെ സ്വലാത്ത് ചൊല്ലുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രശംസിക്കുകയും അവിടുത്തേക്ക് എതിരെ ആരെന്ത് സംസാരിച്ചാലും അതിന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുകയും ഒക്കെ അവിടുത്തോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ വാക്കിനോട് കൂറും സ്നേഹവും ആദരവും ഒക്കെ പുലർത്തിക്കൊണ്ട് നാം ജീവിക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് പാഠങ്ങളായി തീരണം. അങ്ങനെ പാഠം ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.